യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേട്ടൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. വയ്യടേ പനിയും ചമയും കറക്കിട്ട് രാവിലെ ജോക്കറിന് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. നോക്കിയപ്പോൾ പൊങ്ങിയില്ല. പിന്നെ പടം കൊള്ളൂലെന്ന് പറഞ്ഞു. പിന്നെ ഇനി കാണണമെന്നാണ് ഇതുവരെ ഉള്ള ഒരു തീരുമാനം. സൺ ടി വി എന്തായാലും കോപ്പിറൈറ്റ് അടിക്കും, നമ്മുടെ സ്ട്രൈക്ക് അടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ വീഡിയോ വരുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടുവെക്കാം. വേട്ടയൻ. குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். அதனால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம். 3 நாள் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். Justice delayed is justice denied. Justice hurried is justice buried. அமிதாப் பச்சன், நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் ராணா தகுதி. திருடுங்கண்ணா முகமூடி போடணும்னு அவசியம் இல்லை. கொஞ்சம் மூளை இருந்தா போதும். ஃபஹத் ஃபாசில். குற்றங்கள் தொட்டுநோய் மாதிரி அதை உணர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்காங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அட்ரோல் பண்ணிட்டு இருக்காங்க சொன்னா அந்த போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசிட்டு இருந்த பிரயோஜனம் இல்லை. அவனை தூக்குவா. காட்டி அநீதியே நீதியான நாம் என்ன முக்கியம். இன்னொரு அநீதியால என்ன? அநியாயம் நடக்கும் போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது எடுக்கிறது தப்பில்லை ஜட்ஜ். Editing Bilal. Leo Gajal. Adian. நீங்க என்ன எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. ഓക്കെ, ഒക്ടോബർ 10th എന്ന് പറഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയാണ്. അന്ന് അവധിയാണേ. എന്തായാലും പടം ഉള്ളതുകൊണ്ട് എനിക്ക് അവധിയാണ്. ഞാൻ മോർണിംഗ് ഷോ FDFS തന്നെ കാണുന്നതാണ്. തലൈവറിൻ്റെ കഴിഞ്ഞ പടം ജയിലർ കാണാൻ പറ്റാത്തതിൻ്റെ എന്ന് വെച്ചാൽ FDFS കാണാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ആ സമയത്ത് എന്നൊക്കെ പറയണത് നെൽസൺ ഇട്ടുള്ള വക്ക ഊക്കായിരുന്നു. അവനൊക്കെ എന്തിനു പടം എടുക്കണമെന്നോ അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞാനിരുന്നത്. അതുകൊണ്ട് വൈകുന്നേരമാണ് പോയത്. എന്തായാലും രാവിലെ ഉറക്കമുഴയ്ക്കാന്ന് വയ്യെന്ന് പറഞ്ഞ് വൈകുന്നേരം പോയി. അപ്പം കിട്ടിയതോ അത് കണക്കൊരു കിടിലും മാസ് പടം. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. എനിക്കവിടെ ഫഹദ് ഫാസിൽ ഞാൻ വിചാരിച്ച അത്ര ഒരു വില്ലൻ ഷെയ്ഡ് പിടിക്കാനുള്ളൊരു സാധനം ഉണ്ടോ എനിക്കറിഞ്ഞൂടാ. എല്ലാ രീതിയിലും പിടിച്ചിട്ടുണ്ടോ. ഒരു തമിഴ് രജനികാന്ത്, മറ്റേ ബോളിവുഡിലെ ഇങ്ങനെ ആരാണ്, അമിതാഭ് ബച്ചൻ, പിന്നെ നമ്മുടെ പുള്ളി റാണാ ദഗ്പതി ഫ്രം തെലുങ്കാന, കേരളക്കരയിൽ നിന്നും ഫഹദ് ഫാസിൽ, ഏതെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന രീതിയിൽ കുറേ നടിമാർ, മഞ്ജു വാര്യർ, പിന്നെ ആരുടെ നമ്മുടെ അഭിരാമി സുരേഷ്, കൃതിക സിംഗ്. ഒരു വലിയൊരു പടം. TJ രാഘവൻ. ഞാൻ ഈയിടയ്ക്കാട്ടാ പുള്ളിയാണ് നമ്മുടെ മറ്റേ JB എടുത്തത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷെ അത് ആ ടൈപ്പ് ഒരു ക്ലാസ് പടം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ച് മാസം ക്ലാസ് മിക്സ് ആയിരിക്കും. പ്രത്യേകിച്ച് അനിലിൻ്റെ മ്യൂസിക്കും തലൈവറിൻ്റെ പെർഫോമൻസും ഒക്കെ വരുമ്പോഴത്തേക്കും ഇവൻ നമുക്ക് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു പടമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല. കണ്ടു നോക്കണേ. ലൈക്ക് തന്നെയാണ് പ്രൊഡക്ഷൻ. ബൈ ബൈ.